മാനഭംഗ കേസിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയതോടെ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. അറസ്റ്റ് തടഞ്ഞുള്ള സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. തിരുവനന്തപുരം SITക്ക് മുൻപാകെയാകും ഹാജരാവുക എന്നാണ് വിവരം. 365 സിനിമയിൽ അഭിനയിച്ചെന്നും 67 വയസ്സായി എന്നും സിദ്ദിഖ് കോടതിയിൽ വ്യക്തമാക്കി. അതുപോലെ തന്നെ പരാതി നൽകിയത് ഏറെ വൈകിയാണെന്നും സിദ്ദിഖ് കോടതിയിൽ വാദിച്ചിരുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് സിദ്ദിഖ് 6 ദിവസമായി ഒളിവിൽ കഴിയുകയായിരുന്നു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥയായ SP മെറിൻ ജോസഫ് ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റ് ഐശ്വര്യ ഭട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സിനിമാ വ്യവസായം മലയാളത്തിലേത് മാത്രമല്ലെന്ന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് ബേലായം ത്രിവേദി പറഞ്ഞു. ഇതിന് മറുപടിയായിട്ടായിരുന്നു അഭിഭാഷക ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. സിദ്ദിഖ് ഉപയോഗിച്ച ഭാഷ നോക്കൂ, അയാളുടെ പെരുമാറ്റം നോക്കൂ. ഫേസ്ബുക്കിലെ പടങ്ങൾക്ക് ലൈക്ക് ചെയ്ത് സിദ്ദിഖ് പരാതിക്കാരിയെ സമീപിക്കുമ്പോൾ അവർക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഹോട്ടൽ മുറിയിൽ സംഭവിച്ചത് എന്താണെന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. വൻപന്മാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്നും പരാതിക്കാരിക്ക് വേണ്ടി ഗ്രോവർ ചൂണ്ടിക്കാട്ടി. വഴങ്ങണം, സഹകരിക്കണം തുടങ്ങിയ അർത്ഥത്തിൽ അഡ്ജസ്റ്റ്മെന്റ്, കോംപ്രമൈസ് തുടങ്ങിയ വാക്കുകൾ തന്നെ മലയാള സിനിമയിൽ ഉണ്ടെന്നും പ്രതിയും പരാതിക്കാരിയും തമ്മിലുള്ള പ്രായവ്യത്യാസം പരിഗണിക്കണമെന്നുമായിരുന്നു പരാതിക്കാരിയുടെ നിലപാട്. 19 വയസ്സുള്ളപ്പോഴാണ് പരാതിക്കാരിക്ക് സിദ്ദിഖിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായത് എന്നും അഭിഭാഷക ചൂണ്ടിക്കാട്ടി. സിദ്ദിഖ് മാനഭംഗപ്പെടുത്തിയെന്ന് ആരോപിക്കപ്പെടുന്നത് 2016-ലാണ്. എന്നാൽ പരാതി നൽകാൻ 8 വർഷം വൈകിയത് എന്തുകൊണ്ടായിരുന്നുവെന്ന് സംസ്ഥാന സർക്കാരിനോടും അതിജീവിതയോടും സുപ്രീം കോടതി ആരാഞ്ഞു. സിദ്ദിഖ് മലയാള സിനിമയിലെ സൂപ്പർ താര നടനാണെന്നും പരാതിക്കാരിയുമായുള്ള പ്രായവ്യത്യാസവും പരാതിക്കാരിയുടെ അഭിഭാഷകയും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയും ശ്രദ്ധയിൽപ്പെടുത്തി. അതിനാൽ സിനിമയിലെ തുടക്കക്കാരി എന്ന നിലയിൽ അക്കാലത്ത് പരാതി ഉന്നയിക്കാൻ അതിജീവിതയ്ക്ക് പരിമിതി ഉണ്ടായിരുന്നുവെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. 300-ലധികം സിനിമകളിലാണ് സിദ്ദിഖ് അഭിനയിച്ചിട്ടുള്ളത് എന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഇതിനെ കൗണ്ടർ ചെയ്യാൻ കേസിലെ പരാതി വൈകിയതും പരാതിക്കാരി 2019 മുതൽ 2022 വരെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളും ഉൾപ്പെടെ സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുകുൾ റോഹ്തഗി ചൂണ്ടിക്കാട്ടി. സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച പരാതിക്കാരിയിട്ട 5 ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ന് മുകുൾ റോഹ്തഗി ആരോപിക്കുന്നുണ്ട്. മാനഭംഗം നടന്നുവെന്ന് പറയപ്പെടുന്ന ദിവസം മാതാപിതാക്കൾക്ക് ഒപ്പമാണ് പരാതിക്കാരി സിദ്ദിഖിനെ കണ്ടത് എന്നും റോഹ്തഗി കോടതിയിൽ വാദിച്ചു. മലയാളത്തിലെ അറിയപ്പെടുന്ന നടനായ സിദ്ദിഖ് കേസിന്റെ ഏതു ഘട്ടത്തിലും ലഭ്യമാകുമെന്നും എവിടേക്കും ഓടിപ്പോകില്ലെന്നും മുകുൾ വാദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതിൽ സ്വീകരിക്കുന്ന നടപടികളും സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിൽ നിന്നുള്ളവർക്കെതിരെ 29 കേസുകൾ എടുത്തു കഴിഞ്ഞു. ഇതിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്നും വാദിച്ച മുൻകൂർ ജാമ്യത്തെ എതിർത്തു. എന്നാൽ ഇടക്കാല സംരക്ഷണം നൽകുകയാണെന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. പരാതി നൽകാൻ കാലതാമസമുണ്ടായി എന്ന വാദവും കോടതി കണക്കിലെടുത്തു. സംസ്ഥാനം 8 വർഷമായി എന്തു ചെയ്യുകയായിരുന്നുവെന്ന് കോടതി വാദിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ച മറ്റുള്ളവരെ കോടതി ശാസിക്കുകയും ചെയ്തു. കേസുമായി ഇവർക്ക് ഒരു ബന്ധവുമില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.